ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ്, എന്താ നന്ദ, എന്താ കാര്യം, എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി എല്ലാം നേടി. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നേടി. അവൾക്ക് ഗൗതമിനെ കിട്ടി. ഗൗതമിൻ്റെ ഭാര്യയും ഗൗതമിൻ്റെ മകൻ്റെ അമ്മയുമായിട്ട് ഇപ്പോൾ അവൾ ജീവിക്കുകയാണ് നിർമ്മൽ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ പിങ്കിക്ക് നേരത്തെ മുതൽ ഗൗതം സാറെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവൾക്ക് ഗൗതമിന് ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അവൾ കുറേ പാടുപെട്ടു. പക്ഷേ വിധി എന്നെ ഗൗതം സാറെയാണ് ചേർത്ത് വെച്ചത് എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗരിമോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗൗരിമോൾ ചോദിക്കുകയാണ്, അമ്മേ നന്ദുമോൻ എവിടെ അമ്മേ, എനിക്ക് നന്ദുമോനെ ഒന്ന് കാണണോ അമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും റൂമിലുണ്ട്. റൂമിൻ്റെ നമ്പർ എത്രയാന്നേ. അപ്പം നിർമ്മൽ 201 പോയി കണ്ടോ. ഞാനേതായാലും പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഭയങ്കര സന്തോഷത്തോടെ പോവുക. അപ്പോൾ നന്ദയുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാർ ചോദിക്കുകയാണ്, എന്ത് പറ്റി നന്ദ ഡോക്ടറെ, നന്ദ ഡോക്ടർ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത്. ഒന്നുമില്ല. അല്ല, ഒന്നും ഇല്ലാതില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ പോകാൻ നോക്കുക, നിങ്ങളുടെ ജോലി നോക്കി എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ്. അപ്പോൾ ഗൗതം എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ നിർമ്മല് നന്ദയെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗങ്ങളാണല്ലോ ഗൗതം കണ്ടത്. അപ്പോൾ ആ ഒരു രംഗമാണ് ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി ഇങ്ങനെ വരുന്നത്. ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഗൗരിമോൾ അങ്ങോട്ട് വന്നിട്ട്, അങ്കിളെ എങ്ങനെയുണ്ട് അങ്കിളെ, ഇപ്പോൾ അങ്കിൾക്ക് ഇപ്പോൾ ആശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗൗതം അങ്ങോട്ട് മുഖം തിരിച്ചങ്ങോട്ട് മാറ്റുകയാണ്. സ്വന്തം മോളാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഗൗതം അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ നന്ദുമോനും കടന്നു വരികയാണ്. ദേ പപ്പയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഗൗരി, ദേ പപ്പയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഡോക്ടർ ആൻറ്റി അല്ലേ പപ്പയെ ചികിത്സിച്ചത്. അപ്പോൾ പിന്നെ പപ്പയ്ക്ക് ഒരബദ്ധം വരില്ലെന്നറിയാം. ദേ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി, എൻ്റെ അമ്മ അതേ രീതിയിൽ തന്നെ ചെയ്തു തരും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുമ്പോൾ ദേ വരുന്നു പിങ്കി. അപ്പോൾ പിങ്കി ചോദിക്കണം, ആഹാ നന്ദൂട്ട, ഇതാണോ നന്ദൂട്ടിൻ്റെ കൂട്ടുകാരി ഗൗരി? അതെ അമ്മേ, ഇതാണമ്മേ ഗൗരി. ആഹാ കൊള്ളാലോ. ഗൗരിമോളെ, ദേ ഗൗരിമോളുടെ അമ്മ ഈ അങ്കിളെ ചികിത്സിച്ചില്ലേ, ഗൗരിമോളുടെ അമ്മയോടെ ഈ ആൻറ്റിയുടെ വലിയൊരു താങ്ക്സ് പറഞ്ഞോട്ടോ. അതെന്താ ആൻറ്റി, ആൻറ്റി തന്നെ പറഞ്ഞോ. എൻ്റെ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, ആൻറ്റിക്ക് പറയാലോ. പുറത്ത് നിൽക്കുന്നുണ്ടോ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞോളാം മോളുടെ അമ്മയെ കണ്ടിട്ട്. അതായിരിക്കും നല്ലത്. എങ്കിൽ പിന്നെ നമുക്ക് കാണാൻ പോയാലോ. നന്ദുമോൻ ഇവിടെ നിൽക്ക്. നന്ദുമോൻ പോയി വിളിച്ചുകൊണ്ട് വാ എന്നാണ് പറയുന്നത് നമ്മുടെ പിങ്കി. അപ്പോൾ നന്ദു ഓടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ നമുക്കും പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് പിങ്കി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുക. പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ഒരു ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദ നന്ദുമോനെയും കൊണ്ട് വരുന്നു. ഇത് കണ്ട നന്ദയെ കണ്ട് പിങ്കി ആകെ ഞെട്ടി വരച്ചിട്ട് അവസ്ഥ നിൽക്കുകയാണ്. ദൈവമേ, മരിച്ചു പോയൊരു വ്യക്തി ദേ വെട്ടനെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം പിങ്കിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പിങ്കി കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ നന്ദയ്ക്കാണെങ്കിൽ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശം. പിങ്കിയുടെ മുന്നിലേക്ക് ചെന്ന് പിങ്കിയുടെ ആ സിന്ദൂരവും താലിയും ഒക്കെ കാണുകയാണ് നന്ദ. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പം നന്ദ, നീ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നേടിയല്ലേ, എല്ലാ കാര്യങ്ങളും നീ നേടിയല്ലേ, സന്തോഷമായി. നീ വിചാരിച്ചതുപോലെ തന്നെ ഗൗതം സാറിൻ്റെ ഭാര്യ ആയില്ലേ നീ എന്ന് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിയിട്ട് നേരെ അകത്ത് കയറി പോവുക. പിങ്കിക്കും വല്ലാത്തൊരു സങ്കടമായി. കാരണം സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തയാണല്ലോ നന്ദ അങ്ങനെ പറഞ്ഞത്. നന്ദയെ കണ്ടതിൻ്റെ ഷോക്കിൽ ആകെ വല്ലാതെ വെറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പിങ്കിയും. എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാൻ പാടത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ഗൗതത്തിനെ കാണിക്കുകയാണ്. അപ്പോൾ ഗൗതത്തിൻ്റെ അടുത്തേക്ക് നേരെ പിങ്കി ഓടി ചെന്നിട്ട്, ഗൗതം എന്താ ഗൗതം, നന്ദയാണ് ഡോക്ടർ എന്ന് പറയാതിരുന്നത്? ഗൗതം എന്നോട് പറയായിരുന്നു. എന്തിനാ പറയുന്നത്? ഡോക്ടർ നന്ദിയോ ആരെങ്കിലും ആവട്ടെ, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ ചികിത്സ നടക്കണം, അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറയാനായിട്ട് തോന്നിയില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ഗൗതം പറയായിരുന്നു. ഗൗതം നന്ദ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം ഗൗതത്തിന് തുറന്ന് പറയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മോൻ്റെ ചികിത്സ അതുമാത്രമാണ് മനസ്സിൽ. അതിപ്പോൾ ആര് ചികിത്സിച്ചാലും പ്രശ്നമില്ല, നമ്മളുടെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ നേടണം, അത്രേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗൗതത്തിന് നന്ദയുടെ ഓരോരോ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴും ഗൗതത്തിന് സഹിക്കാൻ പറ്റില്ല. ഗൗതമാണെങ്കിൽ തല എടുത്ത് നേരെ ഭിത്തിയിലിട്ട് അങ്ങോട്ട് ഇടിക്കുകയാണ്. ഗൗതം എന്താ ഗൗതം കാണിക്കുന്നത്, എന്തേ കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് വയറ് ഭയങ്കരമായിട്ടും വേദനിക്കുകയാണ്. അപ്പോൾ വയറ് ഭയങ്കരമായിട്ടും വേദനിച്ചിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം, ഞാൻ പറഞ്ഞല്ലേ ഗൗതം, ദേ അയ്യോ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ, ഇപ്പം എന്താ ചെയ്യുക
ഞാൻ എന്നാൽ പോയി ഡോക്ടർ ആൻറ്റിയെ വിളിച്ചിട്ട് വരാം അമ്മേ. അപ്പം നന്ദു പോയി ഡോക്ടറിനെ വിളിച്ചിട്ട് വരികയാണ്. അപ്പം നന്ദ വന്ന് നേരെ ഗൗതത്തെ നോക്കുകയാണ്. ഗൗതത്തെ നോക്കി വയറിലൊന്നും കൂടി ഒന്ന് ഇതൊക്കെ മാറ്റി കൊടുത്ത് നന്നായിട്ട് ഒട്ടിച്ചു മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്ദ പറയാണ്, ദേ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പേഷ്യൻ്റെ കാര്യം നന്നായിട്ട് നോക്കണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങളൊരു ഭാര്യയല്ലേ, ഇപ്പം ഭർത്താവിൻ്റെ കാര്യം കറക്റ്റായിട്ട് നോക്കണ്ടേ? ദേ പിന്നെ എന്തുകൊണ്ട് നിങ്ങളിതൊന്നും ചിന്തിക്കുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഗൗതത്തിൻ്റെ ഭാര്യ എന്നാണല്ലോ ഇവിടെ നന്ദ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതേപോലുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ചെറിയൊരു അനക്കവും കൂടി മുറിവിനെ വല്ലാതെ ഇത് ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം. ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ വന്നല്ലോ, ഇനിയിപ്പോൾ അധികം എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റേതായ ജോലിക്ക് പോകാമല്ലോ അല്ലേ, എനിക്കതിൽ കൂടുതൽ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കും ഗൗതത്തിനും എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. ഗൗതത്തിനാണെങ്കിൽ ആകെ അരിശം വന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മൽ വരിക. അപ്പോൾ നിർമ്മൽ നേരെ വന്ന് നന്ദ ഇവിടെ തന്നെ ഇരിക്കുവാണ്. നന്ദ, ദേ ഞാൻ പിള്ളേർക്ക് 2 ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, പിള്ളേർക്ക് സന്തോഷമാവട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണെങ്കിൽ എന്താ നിർമ്മലിന് പിങ്കിയെ ഫേസ് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ താൻ എങ്ങനെയാണോ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്? താൻ ഗൗതം സാറിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കുകയല്ലേ, എനിക്ക് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും? ഉൾക്കൊള്ളാനായിട്ട് പറ്റും നിർമ്മൽ, അതെല്ലാം പഠിച്ചു പോയി. സാഹചര്യം നമ്മളെ മാറ്റി മറിക്കുമെന്നല്ലേ പറയുന്നത്. അതേപോലെ തന്നെ എൻ്റെ ലൈഫ് മറിഞ്ഞു. പിങ്കി എന്ന ഇത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു. ഇപ്പോഴും ഞാൻ ഉൾക്കൊള്ളുന്നു. അതൊക്കെ പോട്ടെ. ഏതായാലും പിള്ളേർക്ക് ഐസ്ക്രീം കൊണ്ടുവന്നല്ലേ, അവർക്ക് ഭയങ്കര ഒരു സന്തോഷം. പിള്ളേരെ വിളിക്കി. അങ്ങനെ ഗൗരിയും നന്ദും കൂടി ഓടി വരികയാണ്. ദേ ഇതെന്താ അങ്കിൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കേ, ഐസ്ക്രീമാ. ഹായ്, അപ്പം നിർമ്മല അങ്കിൾ ഐസ്ക്രീം കൊണ്ടുവന്നല്ലേ, എനിക്ക് വേണം ഐസ്ക്രീം. തരാം. പക്ഷേ 2 പേർക്കിൽ ആർക്കാണ് എന്നോട് കൂടുതൽ സ്നേഹമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പതേ വരുന്നു പിങ്കി നിർമ്മലിനെ കണ്ട് ഷോക്കായി അവിടെ തന്നെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. പക്ഷെ നിർമ്മല എപ്പോഴും പിങ്കിയെ കാണുന്നുമില്ല. അപ്പോൾ എനിക്കാ കൂടുതൽ സ്നേഹം, എനിക്ക് വേണം ഐസ്ക്രീം. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ കവളിൽ ആരാണോ ആദ്യം ഉമ്മ തരുന്നത് അവർക്ക് ഞാൻ ഐസ്ക്രീം കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗൗരി മോള് വന്നിട്ട് ആദ്യം ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഉമ്മ കൊടുക്കുകയാണ്. 2 പേരും ഉമ്മ തന്നല്ലോ. 2 പേർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ, 2 പേരും മിടുക്കനൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും ദേ ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര ഒരു സന്തോഷം. പിങ്കി ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ പോയി നിർമ്മലിനെ പോയി ഫേസ് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ പിങ്കിയുടെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താണിപ്പോൾ ഈ നന്ദയും നിർമ്മലും തമ്മിലുള്ള റിലേഷൻ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ നന്ദയുടെ മകളാണല്ലോ ഈ ഗൗരി. എങ്ങനെ നന്ദയുടെ മകളാവും ഗൗരി? നന്ദയ്ക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതല്ലേ, അത് പിന്നെ എങ്ങനെ സാധ്യമാവും? പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദ, ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചോദിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? പേഷ്യൻ്റെ കാര്യത്തെക്കുറിച്ചാണോ? പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതേപോലെ തന്നെ മതി, പ്രത്യേകിച്ച് കൂടുതലും ചോദിക്കാനില്ലല്ലോ. അതല്ല നന്ദ, എനിക്കറിയേണ്ടത് നീ എങ്ങനെയാണ് നിർമ്മലിനെ കണ്ടെത്തിയത്? ഇത് കേട്ട നമ്മുടെ നന്ദ ആകെ ഞെട്ടിപ്പോവുകയാണ്. പിങ്കി, നീ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട, പറ. നീ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നീ പറയണം, നിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് നീ ഒന്ന് പറയണം നന്ദ. പിങ്കി, ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്. ദേ എനിക്കിതൊന്നും കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. നീ നേടിയല്ലോ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിൻ്റെ ജീവിതം നിനക്ക് കിട്ടി. ഗൗതം സാറിൻ്റെ ഭാര്യ പദവി നിനക്കത് കിട്ടിയല്ലോ. നിന്നെക്കുറിച്ച് ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്? എൻ്റെ കാര്യമില്ല പിങ്കി, നീ നിൻ്റെ കാര്യം നോക്കിപ്പോ. അല്ല നന്ദ, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിർത്ത്. ഞാൻ എന്ത് വിചാരിച്ചാലില്ലെങ്കിലും എനിക്ക് എൻ്റേതായ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വഴിക്ക് പോയിക്കോളാം. നീ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട, അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പോവുകയാണ്. പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരിക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോനാണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ നന്ദുവിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ മഹിയേട്ടാ, ദേ നന്ദുമോനെ വിളിക്കുന്നത്, നീ സ്പീക്കർ ഫോൺ ഇടുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്പീക്കറിൽ ഇടുക. അച്ഛമ്മേ
എന്തൊക്കെയുണ്ട് അച്ഛമ്മ വിശേഷങ്ങൾ? ഓ, ഇവിടെ എന്ത് വിശേഷം നന്ദുമോനെ? നന്ദുമോൻ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അച്ഛൻ എവിടെ? അമ്മ എവിടെ? അമ്മ പിന്നെ പുറത്തേക്ക് പോയിരിക്കുക, അച്ഛൻ റൂമിലുണ്ട്. അയ്യോ, മോനെ തനിച്ചാക്കിയിട്ട് ദേ അമ്മ പോകുമോ? അങ്ങനെ തീർന്നപ്പോഴേക്കും അതൊക്കെ പോകും. നന്ദു എന്താ ചെറിയ കുട്ടിയാണോ? നന്ദു അച്ഛൻ്റെ ഒപ്പം ഇരിക്കണ്ടേ? അതിനു വേണ്ടിയായിരിക്കുന്നത്. അപ്പോഴത്തേക്കും നവത് പിങ്കി വരിക. ആരാ മോനെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛമ്മയാണെന്ന് പറയുക. അങ്ങനെ പിങ്കി ആ കോളും മേടിച്ചിട്ട് എന്താ ചെറിയമ്മേ? മോളെ പിങ്കി, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം? ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഗൗതം മോൻ എവിടെ? മരുന്നിൻ്റെ സഡേഷൻ കൊണ്ട് ഗൗതം ഉറങ്ങുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോണേ. എന്താ മരുന്നിൻ്റെ സഡേഷനോ? എന്തൊക്കെയാ പിങ്കി പറയുന്നത്? ഗൗതത്തിന് എന്താ പറ്റിയത് എന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുകയാണ്. അത് പിന്നെ ചെറിയമ്മേ, എന്താന്ന് വെച്ചാൽ നീ തുറന്ന് പറ. മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കല്ലേ. നീ എന്താന്ന് വെച്ചാൽ തുറന്ന് പറ പിങ്കി എന്ന് പറയുക. അത് പിന്നെ നിങ്ങൾ ടെൻഷൻ ആവരുത്, ഞാൻ പറയാം. അതായത് ഇവിടെ ഗൗതം ഒന്ന് വീണു, ചെറിയൊരു പരിക്കുണ്ടേ. ഡോക്ടറെ കാണിച്ചു. ഏത് ഡോക്ടർ? അവിടെ നല്ല ഹോസ്പിറ്റലുണ്ടോ? അല്ല, നന്ദുമോനെ കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് കാണിച്ചത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കുറേയൊക്കെ ഭേദമായിട്ടുണ്ട്. എങ്കിൽ ആ ഡോക്ടറിൻ്റെ നമ്പർ താനിക്ക്, ഞങ്ങൾ വിളിക്കട്ടെ. അയ്യോ, അതൊന്നും വേണ്ട, ഡോക്ടറിൻ്റെ നമ്പറൊന്നും വേണ്ട. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട ചെറിയമ്മേ, ഞാൻ ഇവിടെ ഇല്ലേ. ഗൗതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ട് ഇവിടം വരെ വരുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പിന്നെ ഡോക്ടറിൻ്റെ നമ്പറൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല, എൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കോൾ അവിടെ വയ്ക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരിക. അങ്ങനെ പിന്നീട് അപ്പോൾ നന്ദുമോൻ ചോദിക്കണം, എന്തിനമ്മേ അമ്മ എന്തിനാ കള്ളത്തരം പറഞ്ഞത്? അമ്മ എന്തിനാ കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുക നമ്മുടെ ഗൗതയാണ്. അപ്പോൾ ഗൗതമാണെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദയും നിർമ്മലും കൂടി കയറി വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനാകെ അരിശം. നിനക്ക് എന്ത് ധൈര്യം വന്നു ഇവനെയും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാനായിട്ട്? അത് കൊള്ളാലോ. ഞാൻ നിർമ്മലിനെയും കൊണ്ട് വന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നീ എന്നെ ചതിച്ചു. നല്ല വർത്തമാനാണ്. നിങ്ങളെ ഞാൻ ചതിച്ചെന്നോ? നിങ്ങളാണ് എന്നെ ചതിച്ചത്. നന്ദ, നീ അനാവശ്യം പറയാൻ നിൽക്കരുത്. അനാവശ്യം പറയാനോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു, എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. ഞാൻ എപ്പോഴും തനിച്ച് ജീവിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് നിർമ്മൽ. ആ നിർമ്മൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാനും നിർമ്മൽ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് നിർമ്മൽ എന്നൊക്കെ ഇങ്ങനെ നന്ദ പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് കാലി വരികയാണ്. നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്തിനു നിർത്തുന്നു? നിങ്ങൾക്ക് ആവശ്യം ആ പിങ്കി എന്ന രാക്ഷസിയല്ലേ? ആ രാക്ഷസിയോടൊപ്പം സുഖമായിട്ട് നിങ്ങൾ ജീവിക്ക്, എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഇവ രണ്ടോരും കൂടി ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? നിർത്താനാ പറഞ്ഞത്. വീണ്ടും ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം വന്ന ഗൗതം ആണെങ്കിൽ നിർമ്മലിനെ പള്ളയ്ക്ക് നോക്കി വെടി വെക്കുകയാണ്. നിർമ്മല ആ വെടി കൊണ്ട് താഴത്തേക്ക് വിഴുകയാണ്. എൻ്റെ നിർമ്മല നിങ്ങൾ വെടി വെച്ചല്ലേ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദയാണെങ്കിൽ ഗൗതത്തിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറയുകയാണ് നന്ദ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീഗിൻ, ബൈ.